ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഴിഞ്ഞ ദിവസം വീണ്ടും ഞാനൊരു കമൻറ്റ് കണ്ടത്. ഒത്തിരി കമൻസുകളൊക്കെ വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ റിപ്ലൈ ഞാൻ ഇടാം കേട്ടോ. പക്ഷേ ഇന്നലെ ഒരു കമൻറ്റ് നോട്ടീസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രീം ആഡ് സെറ്റപ്പ് വന്നിട്ടുണ്ട്, പക്ഷേ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അത് സെറ്റപ്പായിട്ട് പോകുന്നില്ല, സെറ്റപ്പ് എന്ന് പറയുന്ന ആ ഓപ്ഷനിലേക്ക് പോകുന്നില്ല, സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്, എനിക്ക് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനൊരു എൻ്റെ വീഡിയോസ് ഡെയിലി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഡേയ്സ് മുന്നേയിൽ ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കയറി നോക്കാൻ ഞാൻ അവരോട് കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മോണിറ്റൈസ് ആയി കിട്ടിയിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ എനേബിൾ ആയി കിട്ടിയിട്ടുണ്ട്, പാർട്ട്ണർഷിപ്പ് ആഡ്സ് എന്ന് പറയുന്നത് ഇതായി കിട്ടിയിട്ടുണ്ട്. തൊട്ട് താഴത്തെ ആഡ്സ് ഓൺ റെയിൽ ഇല്ല, ബോണസും ആയിട്ടില്ല, അതായത് എലിജിബിൾ കണ്ടന്റ്. അതായത് അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ആഡ്സ് ഓൺ റെയിൽസ് ഏൺ മണി ഫ്രം ഫേസ്ബുക്ക് ഫോർ ഓൾ ഓഫ് യുവർ വെൽ പെർഫോമിംഗ് എലിജിബിൾ. ഇപ്പം നമ്മൾ ആ ചാനലിലേക്ക് നോക്കുമ്പം എന്താ വരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ സെറ്റപ്പിന്റെ സ്ഥാനത്ത് സെറ്റപ്പും ഇല്ല, ഒന്നും ഇല്ല, അതെല്ലാം താഴെ പോയി എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ചാനലിൽ മാത്രമാണ് അങ്ങനെ ഒരു ഇഷ്യൂ വരും, വേറെ എങ്ങും അങ്ങനെ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സെറ്റിങ്സിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും, നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും മീൻസ് മോണിറ്റൈസേഷൻ്റെ പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം 2 or 3 പേർക്ക് നമുക്ക് ഇതേ സാധനം നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാര്യം തന്നെ ഇൻസ്റ്റയിൽ ഇഷ്ടം മാതിരി എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ഇഷ്യൂ നോട്ടീസ് ചെയ്യുന്നുണ്ട്, അതെന്താണെന്ന് അറിയാമോ എന്ന് നോക്കുക. അങ്ങനെയാണ് ഞാൻ എൻ്റെ വേറൊരു അക്കൗണ്ടിൽ കയറി നോക്കിയപ്പം കുറേ ദിവസമായിട്ട് എനിക്കും അത് തന്നെ വന്ന് കിടക്കാം, സെറ്റപ്പിനകത്ത് പോയിട്ട് സെറ്റപ്പിലേക്ക് പോകുന്നില്ല. അപ്പോഴേ എനിക്ക് എന്തോ ഇത് ഗ്ലിച്ച് ആയിരിക്കും എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം പലരും ഇങ്ങനെ നോട്ടീസ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ആയപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് ഉറപ്പിച്ചു ഇത് ഗ്ലിച്ച് തന്നെയാണ്, ഇതിലൊരു സംശയവും വേണ്ട, ഇത് ഗ്ലിച്ച് തന്നെയാണെന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം ആ പേജ് വെറുതെ അതിനകത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്, ഒരു മോണിറ്റൈസേഷൻ്റെ ഒരു സാധനം പോലും ഓണായി കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം കണ്ടന്റ് മോണിറ്റൈസേഷൻ്റെ അകത്തുള്ള ഇൻസ്ട്രീം, ബോണസ്, അങ്ങനെ കുറേ ഓപ്ഷൻ, സ്റ്റാർസ്, ഇത് സ്റ്റാറും സബ്സ്ക്രിപ്ഷനും ഒക്കെ മിക്കവാറും അത്യാവശ്യം നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓണായി കിട്ടേണ്ടത്, അതൊന്നും ഓണായി കിട്ടിയിട്ടില്ല. ഈ ഇൻസ്ട്രീം ആഡിന്റെ മാത്രം സെറ്റപ്പ് വന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം കയറി നോക്കിയപ്പം നമ്മൾ വിചാരിച്ചു അതുപോലെ തന്നെ ഞാൻ ആ വീഡിയോയിൽ എന്താണോ പറഞ്ഞ സെയിം സാധനം തന്നെ സംഭവിച്ചിട്ടുണ്ട്. സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് ഇൻസ്ട്രീം ആഡിന്റെ സെറ്റപ്പ് എല്ലാം പോയിട്ട് ഇൻസ്ട്രീം ആഡ് വീണ്ടും താഴേക്ക് പോയിട്ടുണ്ട്. ഇൻഎലിജിബിൾ എന്ന് പറയുന്ന, ഇതുവരെ നോട്ട് യെറ്റ് എലിജിബിൾ എന്ന് പറയുന്ന ആ പോർഷനിലേക്ക് നമ്മുടെ ഇൻസ്ട്രീം ആഡ് പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒന്നിൽ കൂടുതൽ പേർക്ക് ഇതേ സാധനം നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫേസ്ബുക്കിന്റെ ഭാഗത്തിൽ അതിന്റെ അപ്ഡേഷന്റെ ഭാഗത്തിൽ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സംഭവിച്ച എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു ഗ്ലിച്ചോ ആയതായിരിക്കാം. നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ട്, അതായത് സെറ്റപ്പ് വന്നതിന് ശേഷം ചെയ്യാൻ പറ്റാതിരുന്ന ആൾക്കാർ ദയവേത് നിങ്ങളുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, ആ സെറ്റപ്പ് താഴെ പോയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. എൻ്റെ പേജിൻ്റെത് താഴെയായിട്ട് പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്നൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി കുറേ പേജുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടേക്കുന്നത്, അതിനകത്ത് മോണിറ്റൈസ് ആകട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് ഇതിനകത്ത് പരീക്ഷിച്ച് നോക്കാം, എന്തൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ വരും എന്നൊക്കെ ഉള്ളത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒത്തിരി പേജുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടേക്കുന്നത്. അപ്പം അങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ എൻ്റെ റിയൽ ഐഡിയിൽ, എൻ്റെ റിയൽ പേജിൽ ഞാൻ അതൊന്നും പരീക്ഷിക്കാറില്ല കേട്ടോ. കാരണം നമുക്ക് പേടി, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചാനൽ പോകുമോ അല്ലെങ്കിൽ നമ്മുടെ പേജ് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു പേടി. അപ്പം നമ്മൾ ഈ പരീക്ഷണങ്ങളെല്ലാം ചെയ്യുന്ന മറ്റ് പേജുകളിലൊക്കെയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങളുടെ സെറ്റപ്പ് വീണ്ടും താഴെ പോയിട്ടുണ്ടോ അതോ അതേ പൊസിഷനിൽ തന്നെ നിൽക്കുവാണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം. അപ്പം നമുക്കൊക്കെ അറിയാമല്ലോ, നിങ്ങളിങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ തന്നെ അതിനകത്ത് ശരിക്കും മറ്റുള്ളവർ പ്രതികരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് മറ്റുള്ളവരുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ പറ്റും, അവർക്ക് വന്നിരിക്കുന്ന എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയണേ കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നാളെ കാണുന്നവരെ സ്മീറി ബൈ.